ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ക്രോപ്പ് ടോപ്പ് സ്റ്റിച്ചിങ് ആണ്. അപ്പോൾ ക്രോപ്പ് ടോപ്പ് എന്ന് പറയാൻ പറ്റില്ല, പുതിയ മോഡലിലുള്ള ഒരു ടോപ്പിൻ്റെ സ്റ്റിച്ചിങ് ആണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1.5 മീറ്റർ ഫാബ്രിക് എടുത്തിട്ടുണ്ട്. കോട്ടൺ ഫാബ്രിക്കാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിന് ശേഷം നമുക്കിതിൻ്റെ ചെസ്റ്റ് പാർട്ടാണ് കട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഫ്രണ്ട് പാർട്ടും ബാക്ക് പാർട്ടിനുമായിട്ട് നമുക്ക് 2 പീസ് തുണി ഞാനിവിടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് അതിൻ്റെ മെഷർമെൻറ്റ്സ് നോക്കാം. അതിനായിട്ട് ഈ 2 പീസ് തുണിയും ഇതുപോലെ ഫ്രണ്ടിൻ്റെയും ബാക്കിൻ്റെയും പാർട്ടാണ്. അപ്പോൾ അതിനെ നമുക്കിനി 2ആയിട്ടൊന്ന് മടക്കാം. അപ്പോൾ ഒരു വശത്ത് നമുക്ക് ഓപ്പൺ ആയിട്ടുള്ള ഭാഗവും ഒരു ഭാഗത്ത് ക്ലോസ്ഡ് ആയിട്ടുള്ള പാർട്ടും കിട്ടും. അപ്പോൾ ഇതിൻ്റെ മെഷർമെൻറ്റ്സ് എന്ന് പറയുന്നത് വിട്ട് ഞാനിവിടെ 23 ഇഞ്ചും ലെങ്ത്ത് 15 ഇഞ്ചുമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ വണ്ണം നമുക്കിവിടെ ആവശ്യത്തിനനുസരിച്ചിട്ട് നമുക്കതിൽ വ്യത്യാസം വരുത്താം. അപ്പോൾ ഞാനിവിടെ ഇനി ഇതിനെ 2ആയിട്ട് മടക്കാം. അതിനുശേഷം ഇതുപോലെ നമുക്ക് 4 പീസ് കിട്ടും. ദെൻ നമുക്ക് ബാക്കി മെഷർമെൻറ്റ്സ് ഒന്ന് നോക്കാം. ആദ്യം തന്നെ നമുക്കിവിടെ കഴുത്തകലം മാർക്ക് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ 2.5 ഇഞ്ച് കഴുത്തകലം മാർക്ക് ചെയ്തു. അതിനുശേഷം ഷോൾഡർ ഞാനിവിടെ 3.5 ഇഞ്ച് മാർക്ക് ചെയ്തു. അതിനുശേഷം നമുക്കിവിടെ ആം ഹോൾ ഇവിടെ 6.5 ഇഞ്ചാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ദെൻ ഞാനിവിടെ നമുക്കിതുപോലൊരു സ്കെയിൽ വെച്ചിട്ട് അതിനനുസരിച്ചിട്ട് ഷേപ്പ് വരച്ചു കൊടുത്താൽ വളരെ കൃത്യമായിട്ട് തന്നെ വരച്ചെടുക്കാൻ പറ്റും. ഇവിടെ 1.5 ഇഞ്ച് ഇട്ടിട്ട് 1.5 ഇഞ്ച് അകലം ഇട്ട് ഇതുപോലൊന്ന് ഷേപ്പ് വരച്ചു കൊടുക്കാം. ആം ഹോളിൻ്റെ ഷേപ്പ് മാർക്ക് ചെയ്ത് കൊടുക്കാം. പിന്നെ അതിന് ശേഷം നമുക്ക് നെക്ക് ഇതുപോലെ വരച്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ 6 ഇഞ്ചാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ബാക്ക് പാർട്ടിന് വേണ്ടിയിട്ട് 4 ഇഞ്ച് മാർക്ക് ചെയ്തു. അപ്പോൾ ആദ്യം നമുക്ക് ഒരുമിച്ച് കട്ട് ചെയ്തതിന് ശേഷം ഫ്രണ്ട് പാർട്ട് വേർതിരിച്ചെടുത്തിട്ട് കട്ട് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ഈ ഒരു ഷേപ്പിലുള്ള നെക്കാണ് കട്ട് ചെയ്തെടുക്കുന്നത് ഫ്രണ്ടിലോട്ട്. ബാക്ക് റൗണ്ട് ഷേപ്പ് തന്നെയാണ് കട്ട് ചെയ്തെടുക്കുന്നത്. ഇനി ചെസ്റ്റ് പാർട്ടിൻ്റെ താഴ്ഭാഗത്ത് ഇതുപോലെ 1 ഇഞ്ച് ഇതുപോലെ മാർക്ക് ചെയ്ത് ഷേപ്പ് വരച്ചു കൊടുക്കാം. ദെൻ നമ്മൾ ഷേപ്പ് ചെയ്തതെല്ലാം കട്ട് ചെയ്തെടുക്കാം. നെക്ക് ഇതുപോലെ കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് ബാക്ക് പാർട്ട് മാറ്റിയതിന് ശേഷം ഫ്രണ്ട് പാർട്ട് നെക്ക് കട്ട് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്കിവിടെ ടോപ്പിൻ്റെ താഴ്ഭാഗത്ത് വയ്ക്കാനുള്ള ഒരു പ്ലേറ്റഡ് പാർട്ടിന് വേണ്ടിയിട്ടാണ് ഈ ഒരു തുണി എടുത്തിട്ടുള്ളത്. അതിനുശേഷം നമുക്ക് സ്ലീവ് കട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ സ്ലീവ് കട്ടിങ്ങിനായിട്ട് ഞാനിവിടെ ഇതുപോലെ തന്നെ 2 പീസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനുശേഷം മെഷർമെൻറ്റ്സ് എന്ന് പറയുന്നത് വിഡ്ത്ത് 13 ഇഞ്ചും ലെങ്ത്ത് 8 ഇഞ്ചുമാണ് എടുത്തിട്ടുള്ളത്. ദെൻ ഇതുപോലെ ഷേപ്പ് വരച്ചതിന് ശേഷം സ്ലീവ് കട്ട് ചെയ്തെടുക്കാം. ഞാനിവിടെ പഫ് സ്ലീവ് സ്റ്റിച്ച് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് 26 ഇഞ്ച് എടുത്തിട്ടുള്ളത്. അല്ലെങ്കിൽ നമുക്ക് 18 ഇഞ്ച് തന്നെ മതിയാവും. ദെൻ ഇനി സ്റ്റിച്ചിങ് ആണ്. അപ്പോൾ ഫ്രണ്ട് പാർട്ടിൻ്റെ സ്റ്റിച്ചിങ്ങിനായിട്ട് ഇതുപോലെ നെക്ക് ഇതുപോലെ ഒരു പീസ് തുണി അതേ ഷേപ്പിൽ കട്ട് ചെയ്തെടുത്ത് നമുക്ക് വെച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. നല്ല വശങ്ങൾ തമ്മിൽ ചേർത്ത് വെച്ചിട്ട് ഇതുപോലെ കറക്റ്റായിട്ട് നെക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ക്യാൻവാസ് ഇല്ലാതെ തന്നെ അടിപൊളിയായിട്ട് നമുക്ക് നെക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമ്മൾ ഫ്രണ്ടിലോട്ട് വെച്ച ആ ഒരു പാർട്ടിൻ്റെ അരികു വശം ഇതുപോലെ ഒന്ന് മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം.
ദെൻ അതിന് ശേഷം നമുക്ക് ഇത് അകത്തോട്ട് മടക്കി എടുക്കണം. അപ്പോൾ അതിന് മുമ്പ് ഇതുപോലെ ചെറിയ കട്ടിങ് കൊടുക്കാം. ദെൻ ഈ ഒരു പാർട്ട് അകത്തോട്ടാക്കി നമുക്ക് അതിൻ്റെ ഫ്രണ്ടിൽ കൂടെ വീണ്ടും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നെക്ക് അടിപൊളിയായിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് ബാക്ക് പാർട്ടിലെ നെക്കും സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഞാൻ മുന്നേ ചെയ്തതുപോലെ അതിൻ്റെ അരകവശം നമുക്കിതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അതിന് ശേഷം ആ ഒരു വശം അകത്തോട്ടാക്കി ഫ്രണ്ടിലൂടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ദെൻ നെക്സ്റ്റ് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് ഈ ഒരു സ്കർട്ട് പാർട്ടിൻ്റെ സ്റ്റിച്ചിങ് ആണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം നമുക്കിതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അതായത് ഈ ഒരു ഫാബ്രിക് എടുത്തിട്ട് വെറുതെ ഇതുപോലൊന്ന് നമ്മുടെ ആ ലൈനിനനുസരിച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അതിന് ശേഷം ഇതുപോലെ ആ നൂലൊന്ന് വലിച്ചു കൊടുക്കുമ്പോൾ നമുക്ക് ആ ഒരു പ്ലീറ്റ് സ്റ്റിച്ചിങ് ഈസി ആയിട്ട് കിട്ടും. അല്ലാതെ തന്നെ പ്ലീറ്റ് സ്റ്റിച്ച് ചെയ്യണമെന്നില്ല. ഇതുപോലൊന്ന് നൂല് വലിച്ചു കൊടുത്തതിന് ശേഷം നമുക്കതിനെ ഒരു പ്ലീറ്റാക്കി വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ദെൻ അത് നമ്മുടെ ചെസ്റ്റ് പാർട്ടുമായിട്ട് നല്ല വശങ്ങൾ തമ്മിൽ ചേർത്ത് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ദെൻ അതിന് ശേഷം നമുക്ക് ഇതുപോലെ കിട്ടും. ഇതുപോലെ തന്നെ ബാക്ക് പാർട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ദെൻ നമുക്ക് ഷോൾഡർ തമ്മിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. നല്ല വശങ്ങൾ തമ്മിൽ ചേർത്ത് വെച്ചിട്ട് ഷോൾഡർ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് സ്ലീവിൻ്റെ പഫ് സ്ലീവ് സ്റ്റിച്ചിങ്ങിനായിട്ട് ഇതുപോലൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ആ ഒരു പാർട്ടിൽ അത്രയും നമുക്ക് പ്ലീറ്റ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം, പഫ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇലാസ്റ്റിക് വയ്ക്കുന്നതിനുള്ള ലൈനിന് വേണ്ടിയിട്ട് നമുക്ക് ഇതുപോലെ 1.5 ഇഞ്ചിൽ ഒരു ലൈൻ മാർക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതേ ലൈനിലൂടെ തന്നെ നമുക്ക് ഇലാസ്റ്റിക് വെച്ച് സ്റ്റിച്ച് ചെയ്യാൻ ഈസി ആയിരിക്കും. നെക്സ്റ്റ് നമുക്ക് പഫ് സ്ലീവ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഈ ഒരു സ്ലീവിൻ്റെ അരക് വശം നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം.
ഞാൻ നമുക്ക് ഇതുപോലെ മുന്നേ ലൈൻ മാർക്ക് ചെയ്ത് വെച്ച ആ ഒരു ലൈനിലൂടെ തന്നെ ഈ ഒരു ഇലാസ്റ്റിക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് കറക്റ്റ് പഫ് സ്ലീവ് നമുക്ക് ഈ ഒരു ടോപ്പിൽ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ നമ്മുടെ സ്ലീവ് സ്റ്റിച്ചിങ് കംപ്ലീറ്റ് ആയി. ഇതുപോലെ തന്നെ സെക്കൻഡ് സ്ലീവും നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും. അതിന് ശേഷം നമുക്ക് ബാക്കി സ്റ്റിച്ചിങ്ങിലോട്ട് പോവാം. ദെൻ നമുക്ക് സ്ലീവ് ഇതുപോലെ നല്ല വശങ്ങൾ തമ്മിൽ ചേർത്ത് വെച്ചിട്ട് അറ്റാച്ച് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ രണ്ട് സ്ലീവും ഇതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്യാം. അതിന് ശേഷം നമുക്ക് ഷേപ്പ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഷേപ്പ് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഇതുപോലെ ആ ഒരു ടോപ്പിൻ്റെ താഴ്ഭാഗം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അരികുവശം ഇതുപോലെ രണ്ടായിട്ട് ഫോൾഡ് ചെയ്തിട്ടാണ് സ്റ്റിച്ച് ചെയ്യാനുള്ളത്. അപ്പോൾ സ്റ്റിച്ചിങ് എല്ലാം കംപ്ലീറ്റ് ആയി. അപ്പോൾ പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.